ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ കൂട്ടായ്മയിൽ നിന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ പുറത്തേക്ക്. അംഗീകാരം യാക്കോബായ സഭാ വിഭാഗത്തിന്. മലങ്കര സുറിയാനി സഭ ഓർത്തഡോക്സ് സഭയുമായുള്ള കൂദാശ ബന്ധം വിച്ഛേദിച്ച യാക്കോബായ പാത്രിയാർക്കീസ് ബാവയുടെ തീരുമാനം സഭകളുടെ കൂട്ടായ്മ അംഗീകരിച്ചു. ബദൽ മാർഗവുമായി റഷ്യൻ ഓർത്തഡോക്സ് സഭയുമായും കത്തോലിക്ക സഭയുമായും കൂടുതൽ അടുക്കുകയാണ് ഓർത്തഡോക്സ് സഭ. കോട്ടയം ദേവലോകം ആസ്ഥാനമായുള്ള മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് കൂദാശ മുടക്ക് ഏർപ്പെടുത്തിയ യാക്കോബായ സുറിയാനി സഭയുടെ നിലപാട് ഓറിയന്റൽ സഭകളുടെ പൊതുവേദി അംഗീകരിച്ചു. ഇതു സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനം ഒരു പൊതുരേഖയായി പുറത്തിറക്കി. ഓറിയന്റൽ സഭകളുടെ കീഴ്വഴക്കപ്രകാരം ഒരു സഭാതലവൻ ഏർപ്പെടുത്തിയ മുടക്ക് മറ്റുള്ളവരും പിന്തുടരും. ഇതോടെ ഈ കൂട്ടായ്മയിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് ഇനി ഇടം കിട്ടുക എളുപ്പമല്ല. ക്രൈസ്തവ സഭകളുടെ പൊതുവിശ്വാസ പ്രമാണം രൂപപ്പെട്ട നിഖ്യ സൂനഹദോസിന്റെ 1700 വാർഷിക വേളയിൽ വെച്ചാണ് ഈ രേഖ പുറത്തിറക്കിയത്. പാത്രിയർക്കീസുമാരായ അലക്സാൻഡ്രിയയിലെ പരിശുദ്ധ തവാദ്രോസ് രണ്ടാമൻ പാപ്പ, അന്ത്യോക്യയിലെ പാത്രിയർക്കീസ് ബാവ പരിശുദ്ധ മോറോൻമോർ ഇഗ്നേഷ്യസ് അഫ്രേം രണ്ടാമൻ പാത്രിയർക്കീസ് ബാവ, സിലീഷ്യയിലെ അർമേനിയൻ കാതോലിക്കോസ് പരിശുദ്ധ ആരാം ഒന്നാമൻ കാതോലിക്ക ബാവ എന്നിവരാണ് രേഖയിൽ ഒപ്പുവെച്ചത്. എന്നാൽ ആഗോളതലത്തിൽ ഓർത്തഡോക്സ് സഭകളുടെ കൂട്ടായ്മ ശക്തിപ്പെടുത്താൻ കേരളത്തിലെ ഇരു സഭകളോടും ചർച്ച നടത്താൻ നിർദ്ദേശമുണ്ട്. ഇതിനായി ശ്രേഷ്ഠ ബസോലിയോസ് ജോസഫ് കാതോലിക്ക ബാവയെയും പരിശുദ്ധ കാതോലിക്ക ബസോലിയോസ് മാത്യൂസ് തൃതീയൻ ബാവയെയും സമാധാന ചർച്ചകൾക്കായി കെയ്റോയിലേക്ക് കോപ്റ്റിക് പോപ്പ് തവാദ്രോസ് രണ്ടാമൻ ക്ഷണിച്ചിട്ടുമുണ്ട്. എന്നാൽ ഏതൊരു ചർച്ചയും അന്ത്യോക്യൻ പാത്രിയർക്കീസിന്റെ സാന്നിധ്യത്തിലാകണമെന്നും വ്യവസ്ഥയിലുണ്ട്. ഇതിനിടെ ആഗോളതലത്തിൽ ഓർത്തഡോക്സ് സഭകളുടെ ബദൽ കൂട്ടായ്മയ്ക്ക് വഴിതേടുകയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. റഷ്യൻ ഓർത്തഡോക്സ് സഭയുമായി ചേർന്നാണ് ഇതിനുള്ള ശ്രമം ആരംഭിച്ചത്. ഇതിനൊപ്പം കത്തോലിക്ക സഭയുമായും മികച്ച ബന്ധത്തിനുള്ള സാധ്യത തേടുന്നുണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭ. ന്യൂസ് മലയാളം, കൊച്ചി.